KSRTC അതിൻ്റെ പരമ്പരാഗത ഗമയൊക്കെ മാറ്റുന്നു. ഇനി കല്യാണ ട്രിപ്പ് വിളിച്ചാലും KSRTC റെഡി. അതും ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിരക്കിൽ. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ KSRTCക്ക് ജീവവായുവായ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് വിപ്ലവകരമായ ഈ തീരുമാനം. അടിമുടി മാറുകയാണ് നമ്മുടെ KSRTC. ബജറ്റ് ടൂറിസം പദ്ധതി വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയത്. അതിന് പിന്നാലെ ഇതാ മറ്റൊരു മാറ്റത്തിനു കൂടി KSRTC ഒരുങ്ങുകയാണ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വിവാഹ ആവശ്യത്തിന് പോലും KSRTC ഇനി നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും. യാത്രക്കാർ കൈനീട്ടിയാൽ പോലും നിർത്താത്ത ആനവണ്ടി എന്ന ദുഷ്പേര് പാടെ മാറ്റുകയാണ് KSRTC. നാടിനൊപ്പം യാത്രക്കാർക്കൊപ്പം അവരുടെ ഉറ്റ ചങ്ങാതിയായി ആ ആനവണ്ടി മാറി. ആ മാറ്റം ഇന്ന് കളക്ഷനിലും പ്രകടമാണ്. KSRTCയും അടിമുടി മാറുകയാണെന്ന് സാരം. ഇനി കല്യാണ മണ്ഡപത്തിലേക്കും KSRTC എത്തും. അതും ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ. 3600 രൂപ മുതൽ വാടകയ്ക്ക് KSRTC നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാകുമെന്ന് കണ്ണൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ V മനോജ് കുമാർ. പുതിയൊരു വന്നിട്ടുള്ളത് ഈ കല്യാണ ആവശ്യങ്ങൾക്കും അതുപോലെ എല്ലാ വിശേഷ ആവശ്യങ്ങൾക്കും ബസ്സുകൾ വാടക കൊടുക്കുന്നൊരു പുതിയ ഇത് വന്നിട്ടുണ്ട്. അത് വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ വരുന്നുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ സ്ലാബ് തുടങ്ങുന്നത് ഒരു 3600 രൂപയാണ്. ഒരു 40 കിലോമീറ്റർ ഒരു 4 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ പൈസക്ക് പോവാം. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിപ്പോയിൽ നിന്ന് പോയി തിരിച്ച് ഡിപ്പോയിൽ എത്തുന്ന കിലോമീറ്ററാണ് 40 കിലോമീറ്റർ. അതുപോലെ തന്നെ അതിനാണ് 3600 പ്ലസ് GST. എന്തായാലും ഒരു 4500 രൂപയ്ക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് പിടിക്കാം. അതുപോലെ തന്നെ കുറച്ച് ദീർഘമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഏകദേശം ഒരു 4 സ്ലാബ് ഉണ്ട് ABCD പറഞ്ഞിട്ട്. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ഏറ്റവും വിജയകരമായി നടന്ന ജില്ലയാണ് കണ്ണൂർ. ലക്ഷങ്ങൾ ഇതുവഴി വരുമാനമായി KSRTC നേടി. ചുരുങ്ങിയ ചെലവിലുള്ള ഈ യാത്രകൾ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് KSRTC വാടകയ്ക്ക് എന്ന ആശയവും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണെന്നും മനോജ് കുമാർ പറഞ്ഞു. സ്വകാര്യ ബസ്സിൻ്റെ ട്രിപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണത്തിന് പിടിച്ചപ്പോൾ നമുക്ക് ഈ പൈസ കിട്ടൂല. അതുകൊണ്ട് അത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും. നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം പോലെ തന്നെയാണ് ഇതും ഉണ്ടാവുക എന്നാണ് അക്കാര്യത്തെക്കുറിച്ച് പറയാറ്. ജനങ്ങളെ ഇപ്പോൾ KSRTC കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മളെ ഈ കണ്ണൂർ ഡിപ്പോയിലെ വരുമാനം ഓരോ ദിനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ ഏറ്റവും നല്ലൊരു ദിവസം 15 മുതൽ 18 ലക്ഷം രൂപ കണ്ണൂർ നിലവിൽ കളക്ഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇതിപ്പം പണ്ടത്തെ പോലെയല്ല. കാരണം ജനം KSRTCയെ നോക്കിയെന്ന് കയറുന്ന അവസ്ഥ കണ്ണൂർ കാസർഗോഡ് റൂട്ടിലായാലും എല്ലാ സ്ഥലത്തും. ഒന്നാമത് അതിൻ്റെ സുഖയാത്രി അതുപോലെ തന്നെ യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഓർഡിനറി ബസ്സുകൾക്ക് 40 കിലോമീറ്റർ ഓട്ടത്തിന് 4 മണിക്കൂർ സമയത്തേക്കാണ് 3600 രൂപ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന് 5% GSTയും അടക്കണം. 100 കിലോമീറ്റർ ഓട്ടവും 8 കിലോമീറ്റർ സമയവും ആണെങ്കിൽ നൽകേണ്ടത് വെറും 6000 രൂപയും GSTയും. സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ആകുമ്പോൾ തുക അല്പം ഉയരും. സൂപ്പർഫാസ്റ്റ് ബസ്സാണെങ്കിൽ 200 രൂപയാണ് അധികം നൽകേണ്ടി വരിക. 100 കിലോമീറ്ററിന് 8 മണിക്കൂറിലേക്ക് 6200 രൂപയും 150 കിലോമീറ്ററിന് 8700 രൂപയും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്കിൽ സ്പെഷ്യൽ ബസ് ഏറെ സഹായകമാകുമെന്നും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ നിരക്ക് കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി. KSRTC പണ്ടത്തെ KSRTC അല്ല. ആളുകളെ പെരുവഴിയിൽ ഇറക്കിപ്പോകുന്ന സംവിധാനവുമല്ല. ജനങ്ങളുമായി കൂടുതൽ അടുക്കുകയാണ് KSRTC. മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ നേരിട്ടിറങ്ങി അതിന് ചുക്കാൻ പിടിക്കുന്നുമുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ KSRTCയിൽ പ്രകടവുമാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.